എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് പുലാവാണ്. നമ്മൾ അരി കുതിർക്കാൻ വെക്കുന്ന ഒരു സമയം ഒഴിച്ച് ഇത് തയ്യാറാക്കാൻ എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 10-15 മിനിറ്റ് മാത്രം മതി കേട്ടോ. അത്രയും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5 കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് അളവിൽ ബസ്മതി റൈസ് ആണ്. ഇതിൽ ഞാൻ 1 കപ്പ് അളവിൽ ബസ്മതി റൈസിന്റെ അളവാണ് കേട്ടോ പറയുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. നന്നായിട്ട് കഴുകിയെടുത്ത അരിയിലേക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് സമയമൊന്നും കുതിരാൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ നല്ല ചൂടായിട്ട് എടുക്കുകയാണ്. അപ്പം ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കാഷ്യൂനട്ട് ഇതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഈ ഓയിലിനകത്തൊന്നും എടുത്തേക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി ഇതുകൂടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓയിലിനകത്തൊന്നും എടുക്കുകയാണ്. ഇത് ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്താണ്. ചെറിയൊരു സവാള മാത്രം എടുത്താൽ മതി. ഒരുപാട് സവാള നമുക്കിതിലേക്ക് ആവശ്യമില്ല. ഒരു മീഡിയം വലിപ്പമുള്ള സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. അപ്പോൾ സവാള ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും സവാളയും നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഏറെ തന്നെ ഒരു 5-6 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു എഗ് പുലാവ് റെഡിയാക്കാനായിട്ട് അരി വേവിച്ചിട്ടെടുക്കുന്നത് വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്ത് വറ്റിച്ചിട്ടെടുക്കുകയല്ല ചെയ്യുന്നത്. കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരി വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു അരിപ്പയിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുക. ഒരു 5-6 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് കിടക്കുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു തക്കോലും ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള കറുവപ്പട്ടയും ഒരു 4 ഗ്രാമ്പും കൂടെ നമുക്ക് ഈ ഒരു തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരി ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും അരി വെന്ത് വരുന്ന ഒരു സമയത്ത് കറക്റ്റ് ആ ഒരു ഉപ്പ് അരിയിൽ പിടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു വെള്ളം നല്ലപോലെ തന്നെ ഒന്ന് വെട്ടി തിളച്ച് വരണം. ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്താണ് നമ്മളൊരു 20 മിനിറ്റോളം കുതിരാൻ വെച്ചിരുന്ന അരിയാണിത്. അരി 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു അരി നമുക്ക് ഈ ഒരു തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അരി വെന്ത് കിട്ടും. പിന്നെ നമ്മളൊക്കെ എടുക്കുന്ന ബസ്മതി റൈസിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ സമയം കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കും. നന്നായിട്ട് തന്നെ നമുക്ക് അരി വെന്ത് കിട്ടണം. എന്നാൽ ഓവറായിട്ട് അങ്ങ് വെന്ത് പോകുന്ന ഒരു പരിവാകരുത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 9-10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും അരി നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഊറ്റി ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പത്തവി കൊണ്ട് കോരിയിട്ട് വേറൊരു അരിപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഷാജീരയാണ്. ഷാജീര നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. ഇത് ചേർത്ത് കൊടുക്കേണ്ടതുമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ മാത്രമേ ഇത് ഒഴിവാക്കാവുള്ളൂ കേട്ടോ. ഇത് ഒരു 5 ഏലക്കായാണ്. അതുപോലെ തന്നെ 2 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഒരു 4 ഗ്രാമ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്താണ്. അപ്പോൾ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സവാളയൊന്ന് വഴറ്റിയിട്ടെടുക്കാം.
അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് സവാള ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, ക്യുമിൻ സീഡ് പൗഡർ, അത് നമുക്ക് 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളൊരു സവാള വഴറ്റിയ സമയത്ത് മാത്രമേ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ച ചുവ മാറി വന്നതിന് ശേഷമാണ് നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു 5 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു 5 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് മുട്ട ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു മുട്ടയുടെ പുറമെ ഒന്ന് ചെറിയതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം, അപ്പോൾ ആ ഒരു രീതിക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു മുട്ടയും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ആ ഒരു റൈസിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പുതിനയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു മസാല ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ആ ഒരു മസാല എല്ലാം ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവാള ഇല്ലേ, ഈ ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കൈപ്പിടി മാത്രമേ നമ്മളിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാവുള്ളൂ. ഓവറായി പോയിട്ടുണ്ടെങ്കിലും ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു എഗ് പുലാവ് ഇവിടെ റെഡിയായി കിട്ടും. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഉപ്പൊന്ന് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നല്ലൊരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാൻ ആ ഒരു തൈരും കൊണ്ടുള്ള സലാഡും അതുപോലെ തന്നെ സവാളയും സുറുക്കയൊക്കെ വെച്ചിട്ടുള്ള ഒരു സലാഡും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പപ്പടും അതുപോലെ നാരങ്ങയും ഈന്തപ്പഴത്തിൻ്റെ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആകും കഴിക്കുന്ന സമയത്ത്. പിന്നെ എന്തെങ്കിലും കറികൾ വേണമെന്നുള്ളവർക്കാണെങ്കിൽ നോൺ വെജോ വെജോ കറികൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എഗ് പുലാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നല്ല കിഡിലൻ ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.